ഞാൻ അലൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ഒരു 24 വർഷമായിട്ട് സ്റ്റോക്ക്ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. മമ്മിയാണ് എന്നെ ആദ്യം ഡാൻസിന് ഇതുപോലെ ഇൻട്രസ്റ്റ് ആണ് കൊണ്ടുവന്ന് ചുമ്മാ ഒരു ടൈം പാസിന് കൊണ്ടുവിട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പാഷൻ ഉള്ളത് കൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് അതിനോടൊരു ഇഷ്ടവും എപ്പോഴും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെയാണ് സ്കൂളിൽ തന്നെ ഒരു സാർ ഉണ്ടായിരുന്നു. ആളാണ് കുറച്ച് നാൾ പഠിപ്പിച്ചത്. പിന്നെ ഭരതനാട്യവും കുച്ചിപ്പുടി മോഹിനിയാട്ടവും ഇങ്ങനെ ഐറ്റം വൈസായിട്ട് പഠിച്ച് കുറച്ചൊന്നും ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ സീരിയസ്ലി അതിനെ കാണാൻ തുടങ്ങി. എനിക്ക് കുച്ചിപ്പുടി വളരെയധികം അതിനോടൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ ചാനൽ ചെയ്ത് കുച്ചിപ്പുടിയിൽ കൂടുതൽ ഉദയ്കാന്ത് ജയ്സ്വാൾ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ നിന്നൊരു സാറാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കോളേജിലാണെങ്കിലും എന്നെ അറിഞ്ഞുകൊണ്ടിരുന്നതും ആ ഒരു ഡാൻസിൻ്റെ പേരിലാണ്. അതൊരു പാഷനായിട്ട് എടുത്ത് കോറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രതീഷിനെ പരിചയപ്പെടുന്നത്. അലൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഡെഡിക്കേഷൻ, പാഷൻ, പിന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു ഇതിലാണ് എല്ലാം ചെയ്യുന്നത്. ഒരു തട്ടിക്കൂട്ട് പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ 22 ഇയേഴ്സായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു. ഓരോ ദിവസവും ഓരോ ചാപ്റ്റേഴ്സാണ്. പിന്നെ ഹാർഡ് വർക്ക്, എന്ത് ഡിറ്റർമിൻഡ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് ചെയ്തിരിക്കും. അറ്റ് വാട്ട് കോസ്റ്റ് അത് പുള്ളിക്കാരി തിങ്ക് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ അതൊക്കെ ഞാൻ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. എനിക്ക് പറ്റാതെ നമ്മൾ ഇച്ചിരി ലേസി ആയിട്ടിരിക്കുമ്പോഴും അത് കറക്റ്റായിട്ട് രാവിലെ എന്നിപ്പം എക്സസൈസ് ജിമ്മിൽ പോകുന്ന കാര്യമാണെങ്കിലും വീട്ടിലത് എന്നും വേണ്ടിയിട്ടൊരു ടൈമിൽ ചെയ്തിരിക്കും. അത് ഫുഡാണെങ്കിലും അത് ഡയറ്റ് കീപ്പ് ചെയ്യുന്നതാണെങ്കിലും വർക്കാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എവ്രിതിങ്. ആ ഒരു ഡിസിപ്ലിൻ അത് ഞാൻ ഭയങ്കരമായിട്ട് ഈ 22 ഇയേഴ്സിൽ ഞാൻ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിൽക്കുമ്പം കല്യാണാലോചനകൾ ഇവിടെ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാര്യം തന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇതന്നെ നടക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ടൈം ബൈ ചെയ്യാൻ കൂടിയാണ് ഞാൻ ഇവിടുന്ന് സ്വീഡനിലെ ആ ജോലി എടുത്തിട്ട് ഇവിടുന്ന് പോകുന്നത്. 2000 കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ഫസ്റ്റ് പോകുന്നത്. ചെന്ന് ഞാൻ അവിടെ ജോലിയിൽ കയറി തിരിച്ചു വന്ന് കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് നമ്മളുടെ ഒരു ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ട്രഗിളിൻ്റെ ഇടയ്ക്ക് ഡാൻസ് പിന്നെ കുറച്ച് നാളങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇൻറ്റീരിയർ. സോ അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളും നമ്മൾ അതിൻ്റെ പുറകെ കുറച്ച് വർക്ക് ഹാർഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുട്ടികളുടെ കാര്യം 5 ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ആദ്യം നമ്മൾക്ക് മകനുണ്ടായ ഒരു 8 ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിളെല്ലാം കഴിഞ്ഞൊന്ന് ശാന്തമായ സമയത്താണ് ഇതുപോലെ. അപ്പോൾ എനിക്ക് ആ ഡാൻസിനെ പറ്റി കംപ്ലീറ്റ്ലി മറക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫാണല്ലോ, അപ്പോൾ മനുഷ്യർക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വീഡിഷിൽ എനിക്ക് പഠിക്കേണ്ടി വന്നു. അവിടുത്തെ അവിടെ ജോലി കിട്ടണേ സ്വീഡിഷ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഓഡിറ്റർ അക്കൗണ്ടിങ് ഇതിൽ മെയിൻ എടുത്തിട്ട് അവിടെ അത് വീണ്ടും സ്വീഡിഷിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അവിടുത്തെ തന്നെ ഒരു പ്രോഗ്രാമിന് ആരോ പറഞ്ഞറിഞ്ഞിട്ട് ഞാൻ ഡാൻസർ എന്നറിഞ്ഞപ്പോൾ എന്നോട് വന്നിങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് ഒരു ചാരിറ്റി ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് ഞാൻ പെർഫോം ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അന്ന് ഞാനൊരു സെമൈ പോലെ ഒരു ഡാൻസ് ചെയ്തിട്ട് അന്ന് അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രതീഷുമായിട്ട് സംസാരിച്ചപ്പോൾ സ്വീഡിഷ് അവിടെ ഇന്ത്യൻസേ ഇല്ല അന്ന്. നമ്മളന്നേരം സ്വീഡ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ബോളിവുഡും സെമൈ ക്ലാസിക്കലായിട്ട് അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഇതെല്ലാം വെച്ച് ഒരു ബോളിവുഡ് ഡാൻസ് സ്റ്റുഡിയോ ഫസ്റ്റ് ഞാൻ ഒരു വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്വീഡിഷ് ടീച്ചർ ഉണ്ടായിരുന്നു എന്നോട് ആൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്നോട് വന്ന് ഇങ്ങനെ ഈ പേജൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനത്തെ പേരൊന്നും ഇടണ്ട, ബിക്കോസ് യുവർ ഡാൻസ് ഇസ് യുണീക്ക്. അതുകൊണ്ട് ആ പേരിൽ ആളുകൾക്ക് അറിയണം. ഇവിടെ ഒരുപാട് ബോളിവുഡ് പ്ലേസസ് ഉണ്ട്, ബട്ട് അവർ മനസ്സിലാക്കണം ഇത് സ്പെസിഫിക്കലി നിങ്ങളുടേതാണെന്ന്. അങ്ങനെയാണ് അപ്പോൾ എനിക്ക് അലൻ സ്കൂൾ ഓഫ് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മലയാളിയായിട്ട് എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പക്ഷെ ആളൊത്തിരി നിർബന്ധിച്ചു എന്നോട്, അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു, അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് അലൻസ് ബോളിവുഡ് ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സ്വീഡിഷ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് അലൻ ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. കാരണം എന്നൊരു ഡാൻസർ നിലയിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയമായത് പോലും. എന്നെ സംബന്ധിച്ച് അലനൊരു വിദേശ ഡാൻസ് സ്കൂൾ നടത്തുന്ന ഒരു ലേഡിയായിട്ടാണ് ഞാൻ ആദ്യം അലനെ പരിചയപ്പെട്ടത്. പക്ഷേ എനിക്ക് അലനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഈ കഴിഞ്ഞ കൊല്ലം കിട്ടിയായിരുന്നു. സോ അവിടെ ചെന്ന് കണ്ട് ഞാൻ അവരുടെ സ്കൂളും അവരുടെ ഡാൻസ് സ്റ്റുഡൻസിനൊക്കെ വിസിറ്റ് ചെയ്ത് അവർ പഠിപ്പിച്ചു തുടങ്ങിയ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എത്രമാത്രം ഇന്ത്യൻ കൾച്ചറിനെ അവർ സ്വീഡൻ പോലൊരു രാജ്യത്ത് അവരത് എത്ര കിട്ടുന്ന സോഴ്സുകൾ, അതായത് അവിടുത്തെ വളരെ കുറച്ച് ചെറിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റികളിൽ കിട്ടുന്ന കുട്ടികളെയും അവരെല്ലാം വെച്ച് അവരത്രയും ഭംഗിയായിട്ടാണ് ആ ഒരു ഡാൻസ് സ്കൂള് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവരുടെ ആർട്ട് ഫോമിൻ്റെ ക്വാളിറ്റി ഒരു കീപ്പ് ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. അതിനകത്ത് ഞാൻ ഭയങ്കര പ്രൗഡായി. ഒരു 3-4 വർഷം ഞാൻ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റോക്ക്ഹോമിൽ നമസ്തേ സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഇവൻറ്റിന് വന്ന് പെർഫോം ചെയ്യാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. അങ്ങനെ അതിന് വന്ന് ഞാൻ പെർഫോം ചെയ്തപ്പം അന്നത്തെ അംബാസഡറായിരുന്ന ബനശ്രീ ബോസ് എന്ന് പറഞ്ഞിട്ട് ആളാണ് എന്നോട് ഇവിടെ സ്റ്റോക്ക്ഹോമിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ, ഇവിടെ എങ്ങനെ നല്ലൊരു സ്കൂൾ ചെയ്യാൻ പറ്റുമോ, അവിടെ അധികം ആളില്ലല്ലോ, ഇവിടെയാണ് ഇന്ത്യൻസ് കൂടുതലുള്ള, ഇങ്ങോട്ടേക്ക് മാറാമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് അന്ന് ഇക്കയിൽ അവിടെ ഒറിബ്രോയിൽ ആൾ ലോജിസ്റ്റിക്സിൻ്റെ ഗ്രൂപ്പ് ലീഡറാണ് ഇക്കയുടെ. അപ്പോൾ അന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഈ ഒരു ആവശ്യം കാരണം അല്ലെ ഇങ്ങനെ ഒരു കാര്യം അല്ലേ അത് ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ല വെച്ചിട്ട് ആണ് നമ്മൾ സ്റ്റോക്ക്ഹോമിലോട്ട് മൂവ് ചെയ്യുന്നത്. അത് പിന്നെ അലൻ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഡാൻസേഴ്സ് എന്നുള്ള ഇതിൽ മെയിൻലി ഞാൻ കുച്ചിപ്പുടി ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കോറിയോഗ്രാഫി കുറച്ച് നോട്ടീസബിളായി തുടങ്ങിയപ്പോൾ എല്ലാത്തിനും ഇപ്പം പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ റോയൽ ഫാമിലിയുടെ വെൽക്കം ചെയ്യാനൊക്കെ ആണെങ്കിലും അങ്ങനത്തെ സ്പെസിഫിക് ലൈക്ക് സ്പെഷ്യൽ പ്രോഗ്രാംസിനൊക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ വേണമെന്നായി. ഇത്രയും റെനൗണ്ട് ആയിട്ട് ഒരു ബ്രാൻഡായിട്ട് നമ്മൾ ഈ സ്കൂള് അലൻ വളർത്തിയെടുത്തിക്കൊണ്ടുവന്ന ഒരു ഡാൻസ് സ്കൂൾ. അപ്പോൾ അത് ഫുൾ അലൻ്റെ കഴിവാണ് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക. ഇപ്പോൾ എംബസി ആയിട്ടൊക്കെ ആണെങ്കിൽ എംബസിയുടെ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസി അലനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അംബാസഡറായിട്ടൊക്കെ നല്ല കോൺടാക്ട്സ് അവരെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അലനെയാണ് കോൺടാക്ട് ചെയ്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെൻറ്റ്സാണ്. ഇപ്പം അവിടുത്തെ കിങ്ങും ക്വീനും എംബസിയിൽ മീറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അലനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്, ഇന്ത്യൻ കൾച്ചറൽ അംബാസഡറായിട്ട് ഇൻവൈറ്റ് ചെയ്ത് അവരെ മീറ്റ് ചെയ്യലും അതൊക്കെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടില്ല, ഞാനൊന്നും ഇങ്ങനെ കണ്ടിട്ട് പോലുമില്ല ഇതുവരെ. പിന്നെ റീസെൻ്റ്ലി ഒരു 2 year മുന്നെയാണ് ഞാൻ ഖത്തർ എയർവേസിലെ ജോലിയും വേണ്ടാന്ന് വെച്ചിട്ട് ഫുൾ ടൈം ഡാൻസ് സ്റ്റുഡിയോ അല്ലെ ഡാൻസ് എന്ന് പറഞ്ഞ് അതിലോട്ട് വന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫേം ഉണ്ട് വേർ ഐ ഡോണ്ട് സിറ്റ് ആൻഡ് വർക്ക് ആസ് എൻ അക്കൗണ്ടൻറ്റ്. പക്ഷേ കുറച്ച് സ്വീഡിഷ് സ്റ്റാഫുണ്ട് നമുക്ക്. ഞാൻ വർക്ക് എടുത്ത് കൊടുക്കുക, അവർ ചെയ്യും. ഞാൻ ലൈക്ക് ഓവറോൾ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും അതിൻ്റെ CEO ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ബട്ട് അത് പാർട്ട് ടൈം എന്നുള്ള കൂടുതലും മേജർ ഞാനിപ്പം ഡാൻസ് എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇതുള്ളത് കൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു ലെഗസി ഇപ്പോൾ ഞാൻ സ്വീഡനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അലൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പലരും ഞാൻ അലനാണെന്ന് അറിയുന്നതിലും ആ സ്കൂളിൻ്റെ പേരിൽ ആണിപ്പോൾ നമ്മൾ ഒരു സ്വീഡിഷ് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴാണേലും ഇൻസ്റ്റയിൽ അറിയാവുന്ന പലരും വന്ന് സ്കൂളിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മുടെ വർക്ക് ഫോളോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു റെക്കഗ്നീഷനാണ്. അത് നമുക്കൊരു ദിവസം 2 ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് കുറേ വർഷമായിട്ടുള്ള വർക്ക് കൊണ്ട് തന്നെയാണ് ആ ഒരു റെക്കഗ്നീഷൻ ആളുകളുടെ. ഞാൻ ഈ ഒരുപാട് പുറത്ത് പാർട്ടി കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിനാണേലും അവിടെ ചെല്ലുമ്പം ആളുകളുടെ ചിരിക്കുന്ന ഫേസ് കാണുമ്പോഴും അല്ലെ നമ്മളെ കണ്ടിട്ട് അങ്ങനെ ഒരു നോക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, നമ്മളെന്തോ ചെയ്തു എന്നൊരു തോന്നൽ അതുണ്ട്, ആ സന്തോഷമുണ്ട്. എൻ്റെ എപ്പോഴും ഒരു വിഷയം എന്ന് വെച്ചാൽ ആ ഒരു ഇത്രയും ഹാർഡ് വർക്കും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റെക്കഗ്നീഷൻ ആക്ച്വലി ഷീ ഈസ് റെക്കഗ്നൈസ്ഡ്. പക്ഷേ എനിക്ക് അതിനും മുകളിലൊരു ഇന്ത്യൻ അംബാസിഡർ ഫോർ ഇന്ത്യൻ കൾച്ചർ എന്ന് നമ്മുടെ സ്വീഡനിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണല്ലോ അറിയപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതിനുള്ള കാലിബറും കപ്പാസിറ്റിയും ഉണ്ട്. ആൻഡ് ഷീ ഈസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഷീ ഈസ് ഡെഡിക്കേറ്റഡ്. സ്വീഡനിലെ ലാസ്റ്റ് പ്രീവിയസ് അംബാസിഡർ ആയിരുന്ന സാറ് പറയുമായിരുന്നു എന്നോട്, ഇപ്പോൾ ഇവിടെ ഇന്ത്യൻസിന് മൊത്തം അലിനെ അറിയാം, ഇനി ഇതല്ല ഫോക്കസ് ചെയ്യേണ്ട, യു ഹാവ് ടു ലൈക്ക് വർക്ക് ഔട്ട്സൈഡ് സ്വീഡൻ ഓർ ഔട്ട്സൈഡ് സ്റ്റോക്ക്ഹോം എന്ന് പറയാറുണ്ട്. അപ്പം ഞാനിപ്പോൾ തിങ്ക് ചെയ്യുന്നത് ആ ഒരു
സൈഡിലോട്ടാണ്. ഐ എം ഷുവർ ദാറ്റ് എലൻ ഇനി ഇതിനും വലിയൊരു സക്സസ്ഫുൾ ലേഡിയായി മാറും. ഐ തിങ്ക് LND സ്കൂള് യൂറോപ്പിൽ വലിയൊരു ചെയിനായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. പറ്റുന്ന പോലെ എൻ്റെ ഒരു റിസോഴ്സസും കാര്യങ്ങളും വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതൊരു വഴിക്കുണ്ട്. പക്ഷെ കൂടുതൽ ഇപ്പം ഞാൻ തിങ്ക് ചെയ്യുന്ന കാര്യം, കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്വീഡനിലെ ഒരു രീതി വെച്ച് അവർ 2-3 ഇയേഴ്സ് അവർ മൂവ് ചെയ്യും നമ്മുടെ അടുത്തുനിന്ന്. അപ്പം അവരുമായിട്ടുള്ള ഇനിയുള്ള ടൈം എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രതീഷിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഒക്ടോബർ മുതൽ അവിടെ ഒരു വിൻ്റർ ആവുന്ന സമയത്ത് ഇനി അങ്ങോട്ടുള്ള ഇയേഴ്സ് ഞാൻ ആ ടൈം എടുത്തിട്ട് നമ്മൾ ട്രാവലിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുട്ടികളായിട്ടും രതീഷുമായിട്ടും കൂടുതൽ ടൈം ചിലവാക്കുക. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ടൈം, ആ ഒരു ടൈമുള്ള ഫാമിലി ടൈം ഇത് നന്നാക്കുക. പിന്നെ ഫ്രണ്ട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ലൈഫിൽ. അവരുമായിട്ടുള്ള എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമുക്ക് എത്ര ഇയേഴ്സ് നമ്മൾ ജീവിക്കുമെന്ന് അറിയില്ലല്ലോ. ഉള്ള ടൈം അതുപോലെ പ്രഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നാണ് ഞാൻ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്.